എല്ലാവർക്കും നമസ്കാരം. 2019 എന്ന് പറഞ്ഞ വർഷത്തിൽ നടന്ന സംഭവം ഒരു വലിയൊരു കേസിൻ്റെ ചുരുളഴിഞ്ഞ ഒരു വർഷമായിരുന്നു 2019. 2002 മുതൽ 2016 വരെയുള്ള 14 വർഷ കാലയളവിൽ നടന്ന ഒരു കുടുംബത്തിലെ 6 പേരെ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയ കൂടത്തായി കൊലപാതക കേസിലെ ചുരുളഴിഞ്ഞ ജോളി എന്ന ഒരു സ്ത്രീയുടെ നായാട്ട് തന്നെ പറയാം. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, മറക്കാൻ പറ്റില്ല എന്നറിയാം. അപ്പോൾ ആ ഒരു കേസിനെ ആസ്പദമാക്കി 2019 പ്രതിയെ പിടിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു കൊലപാതകത്തിനെ ആസ്പദമാക്കിയിട്ടൊരു ഡോക്യുമെൻ്ററി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ കറി ആൻഡ് സൈനൈഡ് ദി ജോളി ജോസഫ് കേസ് എന്നാണ് ആ ഒരു ഡോക്യുമെൻ്ററിയുടെ പേര്. ഈ 14 വർഷം നടന്ന കേസിൻ്റെ ആസ്പദമാക്കിയുള്ള സംഭവങ്ങൾ കേവലം 1.5 മണിക്കൂറിലാക്കി ഒരു സത്യം പറഞ്ഞാൽ ഒരു സിനിമ കണ്ട് തീർന്ന ഒരു അവസ്ഥയായിരുന്നു. അടിപൊളിയായിട്ട് ആ ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. എന്നാൽ നെറ്റ്ഫ്ലിക്സ് എന്ന ഓൺലൈൻ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് ഈ ഒരു ഡോക്യുമെൻ്ററി ഇറങ്ങിയത്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇതിൽ സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്ത ആൾക്കാർക്കൊന്നും കാണാൻ പറ്റില്ല. ഞാനും ഈ ഒരു ഡോക്യുമെൻ്ററി കണ്ടത് ഇന്നലെയായിരുന്നു. എനിക്കും അക്കൗണ്ടൊന്നുമില്ല, നെറ്റ്ഫ്ലിക്സിൽ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. വേറൊരാൾ മുഖാന്തരം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡോക്യുമെൻ്ററി കണ്ടത്. പക്ഷെ എനിക്ക് വളരെയധികം ഇഷ്ടമായി കേട്ടോ. അതിൽ ചെയ്തിരിക്കുന്ന ഓരോരോ വർക്കുകൾ അടിപൊളിയെ പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു പോലീസ് മേധാവി, കോഴിക്കോട് ലാസ്റ്റ് റിട്ടയർഡ് ആയിട്ടുള്ള പോലീസ് മേധാവി, പിന്നെ ഈ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള അവരുടെ രണ്ട് മക്കൾ, പിന്നെ ഈ ജോളിയുടെ മകനും, ഇത്ര പേരാണ് അതിൽ ഉള്ളത്. അതിനുശേഷം ഒരു ജേർണലിസ്റ്റ് ഉണ്ട്, പിന്നെ ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തൊരു ഡോക്ടർ, പിന്നെ വേറൊരു സാമൂഹ്യ പ്രവർത്തകർ, അങ്ങനെയുള്ള ഒരു ലേഡി, അങ്ങനെ ഇത്ര പേരാണ് അതിൽ ഡോക്യുമെൻ്ററിയിലുള്ളത്. അപ്പം വളരെ അടിപൊളിയായിട്ട്, വളരെ സിനിമാറ്റിക് ആയിട്ട് ആ ഒരു ഡോക്യുമെൻ്ററി അവർ ചെയ്തിട്ടുണ്ട്. അപ്പം നെറ്റ്ഫ്ലിക്സിൽ സബ്സ്ക്രിപ്ഷൻ ഉള്ള ആൾക്കാരെല്ലാം ഈ ഒരു ഇത് കാണണം. പ്രൊമോഷനൊന്നുമല്ല, ഞാൻ പ്രൊമോഷൻ ചെയ്യാൻ ആരുമല്ല. എനിക്ക് ആ ഒരു ഡോക്യുമെൻ്ററി കണ്ടിട്ട് വളരെയധികം ഇഷ്ടമായിട്ടുണ്ട്. ഇഷ്ടമാകാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കോമഡി എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമൊന്നുമല്ല, ഒരു നടന്നൊരു സംഭവത്തിനെ പറ്റിയിട്ട്. എന്നാലും അത്രയും സിനിമാറ്റിക്കായിട്ട് അവരത് ചിത്രീകരിച്ച് എന്നുള്ളതാണ് വളരെ അടിപൊളിയായിട്ട്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് അത് കാണാൻ വേണ്ടി പറ്റില്ല, കാരണം യൂട്യൂബിലൊന്നുമല്ല ഇട്ടിട്ടുള്ളത്, നെറ്റ്ഫ്ലിക്സിലാണ്. അതിനി എപ്പോഴാണ് പുറത്തിറങ്ങുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം എന്തായാലും അത് ചെയ്തിട്ടുണ്ട്. 2002 ആദ്യമായിട്ട് ആ കുടുംബത്തിലെ ഒരു അമ്മയായിട്ടുള്ള അന്നാമ്മ തോമസ്, 2002 കഴിഞ്ഞ് 2008 ടോം തോമസ്, 2011 റോയ് തോമസ്, അങ്ങനെ അതിനുശേഷം അവരുടെ ഫാമിലി തന്നെയുള്ള മഞ്ചാടിയിൽ മാത്യു, അതിനുശേഷം ഒരു 2 വയസ്സുള്ള ഒരു പെൺകുട്ടി, അതിനുശേഷം സിലി എന്ന് പറഞ്ഞൊരു ലേഡി, അങ്ങനെ 6 പേരെയാണ് സൈനൈഡ് നൽകി കൊന്നത്. അപ്പം അതിൻ്റെ വിചാരണകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. 2019 കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. തെറ്റ് ചെയ്തതാണെങ്കിൽ ഉറപ്പായിട്ടും ഉചിതമായിട്ടുള്ള ശിക്ഷ ആ സ്ത്രീക്ക് കിട്ടും എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്നാലും ഒരു കുടുംബത്തിൽ ഇത്ര പേരെയെല്ലാം ഒരു ചില സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് അവർക്കെതിരെ നിന്നെന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ ഇങ്ങനെ കൊന്നുകളയാന്ന് പറയുന്ന ആ ഒരു 2 വയസ്സുള്ള ഒരു കുട്ടി എന്ത് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആ ഒരു പാവം പെൺകുട്ടി, ആ കുട്ടിയൊക്കെ വരെ വിഷം കൊടുത്തിട്ട് കൊന്നു. അപ്പം വളരെ നീചമായിട്ടുള്ള പ്രവൃത്തിയാണ് ആ ഒരു കാലഘട്ടത്തിലെല്ലാം നടന്നത്. ആർക്കും അറിയാതെ, ആരും മനസ്സിലാകാതെ, പിടികൊടുക്കാതെ ഇത്ര വർഷം 2019 വരെ ഇത്ര വർഷം വരെ പിടിച്ച് എന്നുള്ളതാണ് ആ ഒരു അതിൻ്റെ അത്രയും ഒരു ഗഡ്സുള്ളൊരു ലേഡിയാണ് അത്. പക്ഷേ ചെയ്തതിലൊരു കുറ്റബോധമില്ല, പറ്റിപ്പോയി എന്നാണ് പറയുന്നത്. ഈ മരിച്ചുപോയ റോയ് തോമസിൻ്റെ പെങ്ങൾ രഞ്ജി എന്ന് പറഞ്ഞ ഒരു ചേച്ചി അവസാന സമയത്ത് ജയിലിൽ പോയിട്ട് കണ്ടപ്പോൾ പറഞ്ഞതാണ് 6 പേരെയും പറ്റിപ്പോയതാണ്, എനിക്ക് ദൈവം മാപ്പ് തരും, ഇങ്ങനെയാണ് അതിൽ ആ ഡോക്യുമെൻ്ററി ലാസ്റ്റ് അവർ പറഞ്ഞതെന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരും സബ്സ്ക്രിപ്ഷനുള്ള ആൾക്കാരെല്ലാം കാണുക. അപ്പോൾ ഞാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമസ്കാരം, താങ്ക് യു.